ചുവന്ന വള്ളിച്ചീര. അപ്പോൾ വള്ളിച്ചീരനെ ബസരച്ചീര, വഷളച്ചീര, പപ്പടച്ചീര എന്ന പേരിലൊക്കെ അറിയപ്പെടും. പല പല പേരുകളിലൊക്കെ ഉണ്ട് ഇതിനറിയപ്പെടുന്നത്. അപ്പം ഇത് വള്ളി പോലെ ഇങ്ങനെ പടർന്ന് കിടക്കണ ചീരയിട്ട് ഈ വള്ളിച്ചീര കണ്ട ഇതേപോലെ പടർന്ന് കിടക്കുള്ളൂ. കണ്ട ഇതിൽ ഇതേപോലത്തെ കായകളൊക്കെ ഉണ്ടാവും. കണ്ട കായകളൊക്കെ ഉണ്ടാക്കണണ്ടില്ലേ. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതൊരു വയലറ്റ് കളറായിരിക്കുള്ളൂ കായകൾക്ക്. ഇതേപോലെ വള്ളി പോലെ പടരണ ചീരയാണ്. ഇതിൻ്റെ തണ്ടുകൾ കണ്ട നല്ല വയലറ്റ് കളറാണ്, ഇലകൾ പച്ച കളറാണ്. കണ്ട അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ചീരയിട്ട വള്ളിച്ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വള്ളിച്ചീര നമുക്ക് ഇതേപോലെയൊക്കെ പടർത്തിയിടാം. ചെറിയ മരമൊക്കെ ഉണ്ടെങ്കിൽ മരത്തേലൊക്കെ പടർത്തിയിടാം. അല്ലെങ്കിൽ നമുക്ക് വേലിയുമ്പോൾ പടർത്താം, അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടിക്കൊടുത്ത് വള്ളിയുമ്പോൾ പടർത്താം, അല്ലെങ്കിൽ പന്തലി പടർത്താം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ചീരയാണ് വള്ളിച്ചീര. നമ്മൾ ഒരു പ്രാവശ്യം നട്ടാൽ മതി, പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കണത്. ഇലകൾക്കൊരു വഴുവഴുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇതിനെ വഷളച്ചീര എന്നുള്ള പേരുള്ളത്. വഴുവഴുപ്പാണെങ്കിലും ഈ ചീരക്ക് ഒരുപാട് ഗുണങ്ങളാണ്. കൊളസ്ട്രോളിനൊക്കെ ഇല്ലാണ്ടാക്കി ചീര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല ഇപ്പം ഒരു 4 ഇല എടുത്ത് നമ്മൾ 2 ആഴ്ച അടുപ്പിച്ച് രാവിലെ തന്നെ ജ്യൂസാക്കി കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും. എന്നുവെച്ചാൽ ഒരുപാട് പേർക്കാണ് ഇത് മാറ്റമുണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇതിൻ്റെ ഇലകൾ കൊണ്ടുപോയി കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എല്ലുകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇപ്പം 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ നമുക്ക് മുട്ടുവേദന, എല്ല് തേയ്മാനങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ ചീര കഴിക്കണത് നല്ലതാണ്. ഈ ചീര നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, പരിപ്പിട്ട് കറി വെച്ച് കഴിക്കാം. നമുക്ക് മറ്റുള്ള ചീരകളുടെ കൂടെ മിക്സാക്കി ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ചീരയാണ്. വഴുവഴുപ്പാണെങ്കിൽ കൂടിയും പരിപ്പിട്ട് കറി വെച്ച് കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം, ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴിടാം. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ അകത്ത് ചെന്നാൽ മതി. അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിച്ചോളുമല്ലോ. അതേപോലെ ഇത് ഗർഭിണികൾക്ക് 8-ാം മാസം തുടങ്ങി ഒരു ടോണിക് കൊടുക്കും. അതിലൊരു പ്രധാന ചേരുവയാണ് വള്ളിച്ചീര. അപ്പം നമുക്ക് അൾസർ, വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ചീര കഴിക്കണത്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഷുഗർ ചീര എന്നും അറിയപ്പെടും കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ചീര കഴിക്കണത്. പിന്നെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാത്തവർക്കൊക്കെ ഈ ചീര കഴിക്കണത് നല്ലതാണ്. മലം പിടുത്തമൊക്കെ ഉള്ളവർക്ക് ഈ ചീര കഴിക്കണത് വളരെ നല്ലതാണ്. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചീര നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അന്യം നിന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്ന ചീരകളാണ് ഇതൊക്കെ. അപ്പോൾ വള്ളിച്ചീര 2 തരത്തിലുണ്ട് കേട്ടോ. പച്ച വള്ളിച്ചീരയുണ്ട്, ഈ ചുവന്ന വള്ളിച്ചീരയുമുണ്ട്. 2 പിടിയുണ്ട്. അപ്പോൾ ഇതാണ് ചുവന്ന വള്ളിച്ചീര. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് തൈകൾ നട്ടു കൊടുക്കുക. അല്ല എങ്കിൽ കണ്ട ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്. ഇതേപോലെ തന്നെ തൈ മുളക്കണം. കണ്ട ഇതിൻ്റെ ചോട്ടിൽ ഈ വിത്ത് വീണിട്ട് ഒരുപാട് തൈ ഇതേപോലെ മുളക്കും. പിന്നെ ഇതിൻ്റെ നമുക്ക് വള്ളി കട്ട് ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതാണ്. ഇത് പിടിപ്പിക്കാനൊന്നും യാതൊരു പ്രയാസമില്ല, പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ ചാണകപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും പടർത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ്റെ ഒരരികിൽ പടർത്താം. ടെറസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു വള്ളി കെട്ടിക്കൊടുത്ത് പടർത്താം. ഇനി ചെറിയ മരങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ പടർത്താം. നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും ചീര കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വള്ളിച്ചീരയുടെ കമ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകളോ എല്ലാം മേടിക്കാൻ കിട്ടും. നമ്മൾ മറ്റുള്ള ചീരകളൊക്കെ വളർത്തുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ വള്ളിച്ചീര നമ്മുടെ വീട്ടിൽ വളർത്താം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.